യെശയ്യാവ് അധ്യായം 9. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയുമാകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ണിപ്പിക്കുന്നവൻ്റെ വടിയും മിദ്യാൻ്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരിപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീയ്ക്ക് ഇരയായിത്തീരും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവനതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. കർത്താവ് യാക്കോബിലൊരു വചനം അയച്ചു, അത് ഇസ്രയേലിന്മേൽ വീണും ഇരിക്കുന്നു. ഇഷ്ടികകൾ വീണുപോയി, എങ്കിലും ഞങ്ങൾ വെട്ടുകല്ലുകൊണ്ട് പണിയും. കാട്ടത്തികളെ വെട്ടിക്കളഞ്ഞു, എങ്കിലും ഞങ്ങൾ അവയ്ക്ക് പകരം ദേവദാരുക്കളെ നട്ടുകൊള്ളും എന്നിങ്ങനെ ഡംഭത്തോടും ഹൃദയഗർവത്തോടും കൂടെ പറയുന്ന എഫ്രയീമും ശമരിയ നിവാസികളുമായ ജനമൊക്കെയും അതറിയും. അതുകൊണ്ട് യഹോവ രെസീൻ്റെ വൈരികളെ അവൻ്റെ നേരെ ഉയർത്തി അവൻ്റെ ശത്രുക്കളെ ഇളക്കി വിട്ടിരിക്കുന്നു. അരാമ്യർ കിഴക്കും ഫെലിസ്ത്യർ പടിഞ്ഞാറും തന്നെ. അവർ ഇസ്രയേലിനെ വായു പിളർന്ന് വിഴുങ്ങിക്കളയും. ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപമടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. എന്നിട്ടും ജനം തങ്ങളെ അടിക്കുന്നവങ്കിലേക്ക് തിരിയുന്നില്ല, സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കുന്നതുമില്ല. അതുകൊണ്ട് യഹോവ ഇസ്രയേലിൽ നിന്ന് തലയും വാലും പനംപട്ടയും പോട്ടപ്പുല്ലും ഒരു ദിവസത്തിൽ തന്നെ ഛേദിച്ചു കളയും. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല, അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു, അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. അതുകൊണ്ട് കർത്താവ് അവരുടെ യൗവനക്കാരിൽ സന്തോഷിക്കുകയില്ല, അവരുടെ അനാഥന്മാരോടും വിധവമാരോടും അവന് കരുണ തോന്നുകയുമില്ല. എല്ലാവരും വഷളന്മാരും ദുഷ്കർമ്മികളും ആകുന്നു. എല്ലാ വായും ഭോഷത്വം സംസാരിക്കുന്നു. ഇത് എല്ലാം കൊണ്ടും അവൻ്റെ കോപമടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. ദുഷ്ടത തീ പോലെ ജ്വലിക്കുന്നു, അത് പറക്കാരെയും മുള്ളും ദഹിപ്പിക്കുന്നു. വനത്തിലെ പള്ളക്കാടുകളിൽ കത്തുന്നു, പുകത്തൂണുകളായി ഉരുണ്ടു പൊങ്ങും. സൈന്യങ്ങളുടെ യഹോവയുടെ കോപം നിമിത്തം ദേശം ദഹിച്ചു പോയിരിക്കുന്നു, ജനവും തീയ്ക്ക് ഇരയായിരിക്കുന്നു. ഒരുത്തനും തൻ്റെ സഹോദരനെ ആദരിക്കുന്നില്ല. ഒരുത്തൻ വലതുഭാഗം കടിച്ചു പറിച്ചിട്ടും വിശന്നിരിക്കും, ഇടതുഭാഗവും തിന്നും തൃപ്തി വരികയുമില്ല. ഓരോരുത്തൻ താൻ്റെ ഭുജത്തിൻ്റെ മാംസം തിന്നുകളയുന്നു. മനശ്ശെ എഫ്രയീമിനെയും എഫ്രയീം മനശ്ശെയെയും തന്നെ. അവർ ഇരുവരും യഹൂദയ്ക്ക് വിരോധമായിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപമടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. അധ്യായം 10. ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളവാനും എൻ്റെ ജനത്തിലെ എളിയവരുടെ അവകാശം ഇല്ലാതാക്കുവാനും വിധവമാർ തങ്ങൾക്ക് കൊള്ളയായി തീരുവാനും നാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കവണ്ണം നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതിവെക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം. സന്ദർശന ദിവസത്തിലും ദൂരത്തു നിന്ന് വരുന്ന വിനാശത്തെങ്കിലും നിങ്ങൾ എന്തു ചെയ്യും? സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും? നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ചുകൊള്ളും? അവർ ബദ്ധന്മാരുടെ കീഴെ കുനിയുകയും ഹതന്മാരുടെ കീഴെ വീഴുകയും ചെയ്യുകയുള്ളൂ. ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപമടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. എൻ്റെ കോപത്തിൻ്റെ കോലായ അശൂരിന് അയ്യോ കഷ്ടം. അവരുടെ കയ്യിലെ വടി എൻ്റെ ക്രോധമാകുന്നു. ഞാൻ അവനെ അശുദ്ധമായ ഒരു ജാതിക്ക് നേരെ അയക്കും. എൻ്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിരോധമായി ഞാൻ അവന് കൽപ്പന കൊടുക്കും. അവരെ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും തെരുവീഥിയിലെ ചെളിയെപ്പോലെ ചവിട്ടിക്കളവാനും തന്നെ. അവനോ അങ്ങനെയല്ല നിരൂപിക്കുന്നത്, തൻ്റെ ഹൃദയത്തിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത്. നശിപ്പിപ്പാനും
അനേകം ജാതികളെ ഛേദിച്ചു കളവാനും അത്രേ അവൻ്റെ താല്പര്യം. അവൻ പറയുന്നത്, എൻ്റെ പ്രഭുക്കന്മാർ ഒക്കെയും രാജാക്കന്മാരല്ലയോ? കൽനോ കർക്കമീശിനെ പോലെയല്ലയോ? ഹമാത്ത് അർപ്പാദിനെ പോലെയല്ലയോ? ശമരിയ ദമ്മേശക്കിനെ പോലെയല്ലയോ? യെരുശലേമിലും ശമര്യയിലും ഉള്ളവയേക്കാൾ വിശേഷമായ ബിംബങ്ങൾ ഉണ്ടായിരുന്ന മിഥ്യാമൂർത്തികളുടെ രാജ്യങ്ങളെ എൻ്റെ കൈ എത്തിപ്പിടിച്ചിരിക്കെ ഞാൻ ശമര്യയോടും അതിലെ മിഥ്യാമൂർത്തികളോടും ചെയ്തതുപോലെ ഞാൻ യെരുശലേമിനോടും അതിലെ വിഗ്രഹങ്ങളോടും ചെയ്യുകയില്ലയോ? അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും തൻ്റെ പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം ഞാൻ അശ്ശൂർ രാജാവിൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലത്തെയും അവൻ്റെ ഉന്നതഭാവത്തിൻ്റെ മഹിമയെയും സന്ദർശിക്കും. എൻ്റെ കൈയുടെ ശക്തി കൊണ്ടും എൻ്റെ ജ്ഞാനം കൊണ്ടും ഞാൻ ഇത് ചെയ്തു. ഞാൻ ബുദ്ധിമാൻ. ഞാൻ ജാതികളുടെ അതിരുകളെ മാറ്റുകയും അവരുടെ ഭണ്ഡാരങ്ങളെ കവർന്നുകളയും പരാക്രമിയെപ്പോലെ സിംഹാസനസ്ഥന്മാരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ കൈ ജാതികളുടെ ധനത്തെ ഒരു പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞ മുട്ടകളെ ശേഖരിക്കുന്നത് പോലെ ഞാൻ സർവ്വഭൂമിയെയും കൂട്ടിച്ചേർത്തു. ചിറക് അനക്കുകയോ ചുണ്ട് തുറക്കുകയോ ചിലയ്ക്കുകയോ ചെയ്യുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവൻ പറയുന്നുവല്ലോ. വെട്ടുന്നവനോട് കോടാലി വമ്പു പറയുമോ? വലിക്കുന്നവനോട് ഈർച്ചവാൾ വലിപ്പം കാട്ടുമോ? അതോ പിടിക്കുന്നവനെ വടി പൊക്കുന്നത് പോലെയും മരമല്ലാത്തവനെ കോൽ പൊന്തിക്കുന്നത് പോലെയും ആകുന്നു. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അവൻ്റെ പുഷ്ടന്മാരുടെ ഇടയിൽ ക്ഷയമയക്കും. അവൻ്റെ മഹത്വത്തിന് കീഴെ തീ കത്തും പോലെ ഒന്ന് കത്തും. ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ച് കളയും. അവൻ അവൻ്റെ കാട്ടിൻ്റെയും തോട്ടത്തിൻ്റെയും മഹത്വത്തെ ദേഹിദേഹവുമായി നശിപ്പിക്കും. അത് ഒരു രോഗി ക്ഷയിച്ചു പോകുന്നത് പോലെയിരിക്കും. അവൻ്റെ കാട്ടിൽ ശേഷിച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ ചുരുക്കമായിരിക്കും. ഒരു ബാലന് അവയെ എണ്ണി എഴുതാം. അന്നാളിൽ ഇസ്രയേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗൃഹത്തിലെ രക്ഷിതഗണവും തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ഇസ്രയേലിൻ്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. ഒരു ശേഷിപ്പ് മടങ്ങി വരും. ഷെയാർ യാശൂബ്, യാക്കോബിൻ്റെ ശേഷിപ്പ് വീരനാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരും. ഇസ്രയേലെ, നിന്റെ ജനം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും അതിലൊരു ശേഷിപ്പ് മാത്രം മടങ്ങി വരും. നീതിയെ പ്രവഹിക്കുന്നതായ ഒരു സംഹാരം നിർണയിപ്പെട്ടിരിക്കുന്നു. എങ്ങനെയെന്നാൽ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് സർവ്വഭൂമിയുടെയും മധ്യേ നിർണയിക്കപ്പെട്ട സംഹാരം വരുത്തും. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു: സിയോനിൽ വസിക്കുന്ന എൻ്റെ ജനമേ, അശ്ശൂർ വടികൊണ്ട് നിന്നെ അടിക്കുകയും മിസ്രയീമിലെ വിധത്തിൽ നിന്റെ നേരെ ചൂരൽ ഓങ്ങുകയും ചെയ്താലും നീ അവനെ ഭയപ്പെടേണ്ട. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ക്രോധവും അവരുടെ സംഹാരത്തോടെ എൻ്റെ കോപവും തീർന്നു പോകും. ഓറേബ് പാറയ്ക്കരികെ വെച്ചുള്ള മിദ്യാൻ്റെ സംഹാരത്തിൽ എന്ന പോലെ സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നേരെ ഒരു ചമ്മട്ടിയെ പൊക്കും. അവൻ തൻ്റെ വടി സമുദ്രത്തിന്മേൽ നീട്ടും. മിസ്രയീമിൽ ചെയ്തതുപോലെ അതിനെ ഓങ്ങും. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അവൻ അയ്യാത്തിൽ എത്തി മിഗ്രോനിൽ കൂടി കടന്ന് മിക്മാശിൽ തൻ്റെ പടക്കോപ്പ് വെച്ചിരിക്കുന്നു. അവർ ചുരം കടന്നു ഗേബയിൽ രാപാർത്തു. റാമ നടുങ്ങുന്നു. ശൗലിൻ്റെ ഗിബയ ഓടിപ്പോയി. ഗല്ലീം പുത്രി, ഉറക്ക നിലവിളിക്ക. ലയേശെ, ശ്രദ്ധിച്ചു കേൾക്ക. അനാഥോത്തെ, ഉത്തരം പറക. മദ്മേന ഓട്ടം തുടങ്ങിയിരിക്കുന്നു. ഗേബീം നിവാസികൾ ഓട്ടത്തിന് വട്ടം കൂട്ടുന്നു. ഇന്ന് അവൻ നോബിൽ താമസിക്കും. യെരുശലേം ഗിരിയായ സിയോൻ പുത്രിയുടെ പർവ്വതത്തിൻ്റെ നേരെ അവൻ കൈകൊലുക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കൊമ്പുകളെ ഭയങ്കരമായി മുറിച്ചു കളയും. പൊക്കത്തിൽ വളർന്നവയെ അവൻ വെട്ടിയിടുകയും ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും. അവൻ വനത്തിലെ പള്ളക്കാടുകളെ ഇരുമ്പായുധം കൊണ്ട് വെട്ടിക്കളയും. ലെബാനോനും ബലവാന്റെ കയ്യാൽ വീണുപോകും.